CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. അണ്ടത്തോട് തങ്ങൾപ്പടിയിൽ നിയന്ത്രണം വിട്ട ഇന്നോവ കാർ ഡിവൈഡറിൽ ഇടിച്ച് യാത്രക്കാരായ 6 പേർക്ക് പരിക്ക്. കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശികളായ അബ്ദുറഹ്മാൻ, അഷ്റഫ്, റാബിയ, നഷ്വ, നാജി, ലിസ്മ എന്നിവർക്കാണ് പരിക്കേറ്റത്. കുന്നംകുളം നഗരത്തിലെ മലായ ജംഗ്ഷനിൽ ടോറസ് ലോറിയും മിനി പിക്കപ്പ് ലോറിയും കൂട്ടിയിടിച്ച് അപകടത്തിൽ മിനി പിക്കപ്പ് ലോറിയിലുണ്ടായിരുന്ന യുവാവിന് പരിക്കേറ്റു. എറണാകുളം ചേരാനെല്ലൂർ സ്വദേശി പാനേലിക്കുടി വീട്ടിൽ 27 വയസ്സുള്ള അഖിൽ ജോണിനാണ് പരിക്കേറ്റത്. വീട് കയറി ആക്രമണം നടത്തിയ കേസിൽ യുവാവിനെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. കടങ്ങോട് തെക്കുമുറി കൈപ്പുള്ളി വീട്ടിൽ വിഷ്ണുവാണ് അറസ്റ്റിലായത്. നരണിപ്പുഴ കുമ്മിപ്പാലം ബണ്ട് തകർന്ന സംഭവം അടിയന്തര നടപടിയെടുത്ത് കർഷകർക്ക് കൃഷി ചെയ്യുന്നതിനുള്ള സൗകര്യമൊരുക്കണമെന്ന് പാടശേഖര ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം രാവിലെയാണ് കൃഷി ആരംഭിച്ച പാടശേഖരത്തിൽ 5 മാസം മുമ്പ് പണി പൂർത്തിയാക്കിയ ബണ്ട് തകർന്ന് 200 ഏക്കർ കൃഷി വെള്ളത്തിനടിയിലായത്. എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കുന്ന സമീപനമാണ് കേരള സർക്കാരുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് മുസ്ലിം ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് അബ്ദു സമദ് സംദാനി MP. വിദ്വേഷത്തിനെതിരെ ദുർഭരണത്തിനെതിരെ എന്ന പ്രമേയത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് യൂത്ത് മാർച്ചിന് വിവിധ മണ്ഡലങ്ങളിലെ പര്യടനത്തിനു ശേഷം ചാവക്കാട് നടന്ന സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ലാബിന്റെ ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. 10 വയസ്സുകാരിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ സംഭവത്തിൽ പ്രതിക്ക് 5 വർഷം തടവും 30,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. വാടാനപ്പള്ളി മണക്കുടി സ്വദേശി 36 വയസ്സുള്ള കണ്ണനെയാണ് കുന്നംകുളം അതിവേഗ പ്രത്യേക പോക്സോ കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചത്. മണ്ഡലകാല സമാപനമായ നാളെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കളഭാഭിഷേകം നടക്കും. പ്രത്യേകം തയ്യാറാക്കിയ കളഭക്കൂട്ട് പന്തിരടി പൂജയ്ക്ക് ശേഷം തന്ത്രി നമ്പൂതിരിപ്പാട് ഭഗവത് വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യും. യൂത്ത് കോൺഗ്രസ് കുന്നംകുളം നിയോജക മണ്ഡല കമ്മിറ്റി നാളെ ചുമതലയേൽക്കുമെന്നും പരിപാടിയുടെ ഭാഗമായി പ്രത്യേക കൺവെൻഷൻ നടക്കുമെന്നും ഭാരവാഹികൾ കുന്നംകുളം പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പന്നിത്തടം ചിറമനേങ്ങാട് കോൺകോഡ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മോണ്ടിസോറി വിഭാഗം വിദ്യാർത്ഥികൾ പഠനയാത്രയുടെ ഭാഗമായി വിവിധയിടങ്ങൾ സന്ദർശിച്ചു. വാഗ ആണ്ടുനേർച്ചയ്ക്ക് കൊടിയേറി. ഡിസംബർ 29, 30, 31 തീയതികളിലായാണ് വാഗ ആണ്ടുനേർച്ചയും ദിക്ർ ഹൽക വാർഷിക ദുവാ സമ്മേളനവും അൽഖാദിരിയ ശരീഅത്ത് അക്കാദമി ആൻഡ് ഹിഫ്ലുൽ ഖുർആൻ കോളേജ് വാർഷികവും നടക്കുന്നത്. 1500 വർഷം പഴക്കമുള്ള ചിരപുരാതനമായ വെള്ളർക്കാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ 26ാമത് ഋഗ്വേദ ലക്ഷാർച്ചനയ്ക്ക് തുടക്കമായി. ഗുരുവായൂർ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ഉത്സവം കൊടിയേറി. തന്ത്രിമാരായ ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, ചേന്നാസ് സതീശൻ എന്നിവരുടെ കാർമ്മികത്വത്തിലുള്ള ചടങ്ങുകൾക്ക് ശേഷമാണ് കൊടിയേറ്റം നടന്നത്. മണലി പുലിച്ചക്കാട്ട് മഹാദേവ ക്ഷേത്രത്തിലെ തിരുവാറാട്ട് ബുധനാഴ്ച നടക്കും. ഡിസംബർ 21 മുതൽ ആരംഭിച്ച തിരുവുത്സവത്തിന് ആറാട്ടോടെ സമാപനമാകും. കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി ആർപ്പാറ്റ് യൂണിറ്റ് കുന്നംകുളം ആഭിമുഖ്യത്തിൽ സംസ്ഥാന സ്കൂൾ പ്രവൃത്തി പരിചയമേളയിൽ പാവനിർമ്മാണത്തിൽ 1ാം സ്ഥാനം A ഗ്രേഡ് നേടിയ നിരഞ്ജന AP-യെ അനുമോദിച്ചു. തലക്കോട്ടുകര ഭഗവതി ക്ഷേത്രത്തിലെ ക്ഷേത്ര ഉപദേശക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനവും കൊച്ചിൻ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർക്ക് യാത്രയയപ്പ് നൽകി. കാണിപ്പയ്യൂർ മാന്തോപ്പ് ജുമാ മസ്ജിദിൽ ദിക്ർ ഹൽക വാർഷികവും മതപ്രഭാഷണവും ഡിസംബർ 28, 29, 30 തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ കുന്നംകുളം പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വെളിയങ്കോട് MTM കോളേജ് NSS യൂണിറ്റിന്റെ സപ്തദിന ക്യാമ്പ് കിസ്മത്ത് 2K23 താവളക്കുളം GLP സ്കൂളിൽ ആരംഭിച്ചു. ചാലിശ്ശേരി പെരുമണ്ണൂർ PFA ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് നടത്തിവരുന്ന ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പിലെ കുട്ടികൾക്ക് കൊച്ചിയിൽ നടന്ന കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി മത്സരം കണ്ടത് ആവേശമായി. ക്ലബ്ബ് ഭാരവാഹികളും രക്ഷിതാക്കളും അടങ്ങിയ 60 അംഗ സംഘം ബസ്സിലാണ് കൊച്ചിയിൽ കളി കാണാനായി പോയത്. ഗുരുവായൂർ ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സ്ത്രീധന വിരുദ്ധ ജാഥ സമാപന സമ്മേളനം ചാവക്കാട് ടൗൺ സെന്ററിൽ മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജലക്ഷ്മി കുറുമാത്ത് ഉദ്ഘാടനം ചെയ്തു. SK ജയം തൃശൂർ ജില്ലാ മുസാബഖ 2023 മെമ്മറി ടെസ്റ്റിൽ PS ഫഹീം അഹമ്മദിന് 1ാം സ്ഥാനം. കൊടുങ്ങല്ലൂരിൽ വെച്ചായിരുന്നു SK ജയം തൃശൂർ ജില്ലാ മുസാബഖ 2023 നടത്തിയത്. 94ാമത് ശിവഗിരി തീർത്ഥാടന വേദിയിലേക്ക് കണ്ണൂർ ശ്രീ സുന്ദരേശ്വര ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട ശ്രീനാരായണ ദിവ്യജ്യോതി പ്രയാണത്തിൽ ബുധനാഴ്ച രാവിലെ 11:30 കുന്നംകുളത്ത് സ്വീകരണം നൽകും.
ഓഫർത്ത 2023 മെഗാ സാന്റ റാലി വ്യാപാര നഗരിയെ വർണ്ണാഭമാക്കി. അടുപ്പുട്ടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് സിറിയൻ പള്ളിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മെഗാ സാന്റ റാലിയിൽ 3000-ലധികം പേരാണ് നഗരത്തിലേക്ക് ഒഴുകിയെത്തിയത്. ക്രിസ്മസ് ഒരുക്കമായി ഡെത്ത് പേ പ്രൊഡക്ഷന്റെ ബാനറിൽ റിലീസ് ചെയ്ത കരോൾ കവർ സോങ് മികച്ച പ്രതികരണങ്ങൾ നേടുന്നു. നിരവധി ഷോർട്ട് ഫിലിമുകൾ രചനയും സംവിധാനവും നിർവഹിച്ച ആൽവിൻ തോമസ് ആണ് കവർ സോങ്ങിന്റെ സംവിധാനം. ക്രിസ്മസ് ആഘോഷ നിറവിൽ നാട്. ദേവാലയങ്ങളിൽ പാതിര കുർബാനകളും തിരുപ്പിറവി ശുശ്രൂഷകളും നടന്നു. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലും ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. പനന്തറ ഉരുളുമൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ധനുപ്പത്ത് മഹോത്സവം ആരംഭിച്ചു. പരൂർ കാരുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ജനറൽ ബോഡി യോഗവും 2024-25 വർഷത്തിലേക്കുള്ള പുതിയ കമ്മിറ്റി ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടന്നു. കോൺഗ്രസ് എസ് ജില്ലാ ജനറൽ സെക്രട്ടറി വി ടി മായാമോഹന്റെ നിര്യാണത്തിൽ സർവകക്ഷി യോഗം അനുശോചിച്ചു. ഗുരുവായൂർ നഗരസഭ EMS സ്ക്വയറിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ കോൺഗ്രസ് എസ് സംസ്ഥാന നിർവാഹക സമിതി അംഗം PN ശങ്കർ അധ്യക്ഷത വഹിച്ചു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.